നമസ്കാരം, സിനിമ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ് എന്ന വിസ്മയിപ്പിക്കുന്ന നടനെ കുറിച്ചാണ് സിനിമ കേരള ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സൗന്ദര്യമുണ്ട്, നൃത്തം ചെയ്യാനും അറിയാം, സംഘരംഗങ്ങളെല്ലാം ഡ്യൂപ്പില്ലാതെ തന്നെ അഭിനയിക്കാനും അറിയാം, കോമഡിയും അനായാസം വഴങ്ങും. എന്നാൽ മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്താൻ സന്തോഷ് എന്ന നടന് ആയില്ല. തിരുവനന്തപുരത്ത് പേട്ടയിലാണ് താമസം. അച്ഛനമ്മമാർ അധ്യാപകർ. മാത്തമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ സന്തോഷ് മോഹൻലാലിനൊപ്പം MG കോളേജിൽ പഠിച്ചിരുന്നു. ഇത് ഞങ്ങളുടെ കഥയാണ് സന്തോഷിന്റെ ആദ്യ ചിത്രം തന്നെ മെഗാ ഹിറ്റ്. പിന്നീട് നാണയം, പിന്നിലാവ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിലാണ് സന്തോഷ് കരിയറിൽ ബ്രേക്ക് നേടിയത്. ഇതിൽ രാജൻ എന്ന കഥാപാത്രത്തെയാണ് സന്തോഷ് അവതരിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് സന്തോഷിന് ലഭിച്ചത് ഭൂരിഭാഗവും പക്ക വില്ലൻ വേഷങ്ങൾ. ഏപ്രിൽ 18 ഒരു സുമംഗലിയുടെ കഥ, കുരിശുയുദ്ധം, ഇനിയും കഥ തുടരും, ഈ ലോകം, ഇവിടെ കുറെ മനുഷ്യർ, കണ്ടു കണ്ടറിഞ്ഞു, ആനയ്ക്കൊരു ഉമ്മ തുടങ്ങി 200-ലേറെ ചിത്രങ്ങളാണ് സന്തോഷ് വേഷമിട്ടത്. ചെറിയ റോളുകളിലാണെങ്കിലും സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സന്തോഷിന് അസാമാന്യ കഴിവ് തന്നെയാണ്. കിലുക്കത്തിലെ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം ആര് മറക്കാനാണ്? മാറിയ കാലത്ത് സന്തോഷിന് അവസരങ്ങൾ കുറഞ്ഞു. പക്ഷെ അദ്ദേഹം സീരിയലിൽ സജീവമായി. 2023 പുറത്തിറങ്ങിയ പുഴ മുതൽ പുഴ വരെയാണ് അദ്ദേഹം അവസാനം അഭിനയിച്ച മലയാള ചലച്ചിത്രം. അവസരത്തിന് വേണ്ടി ആരുടെ മുന്നിലും തല കുനിക്കാൻ നിൽക്കാത്തതാകണം അദ്ദേഹത്തിന്റെ പരാജയ കാരണം. ഒരു കാലത്ത് റഹ്മാൻ ചിത്രങ്ങളിലെ പ്രധാന വില്ലനായിരുന്നു അദ്ദേഹം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ശങ്കറിന്റെയും ഒക്കെ പ്രതിനായകനായി തിളങ്ങിയിട്ടുണ്ട് സന്തോഷ്. വില്ലൻ വേഷങ്ങളിൽ നിന്നു മാറി ശക്തമായ ഒരു ക്യാരക്ടർ വേഷം ലഭിക്കാത്തത് സന്തോഷിന്റെ പരാജയം തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ദുരന്തവും. അദ്ദേഹം ഇപ്പോൾ പാലക്കാടാണുള്ളത്. ഹൈസ്കൂൾ അധ്യാപികയായ ശുഭശ്രീയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. രാജശ്രീ S. നായരാണ് അദ്ദേഹത്തിന്റെ മകൾ. നല്ല വേഷങ്ങൾ കൊടുത്താൽ അത് അവസ്മരണീയമാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. കൊടുക്കണം നല്ല വേഷങ്ങൾ, വിളിക്കണം സന്തോഷിനെ. നല്ല വേഷങ്ങൾ നൽകിക്കഴിഞ്ഞാൽ പഴയ സന്തോഷിനെ പുതിയ തലമുറയ്ക്ക് വീണ്ടും തിരിച്ചു കിട്ടും. ഇത് ഞങ്ങളുടെ കഥയും ഈറൻ സന്ധ്യയും ഇവിടെ തുടങ്ങുന്നു ഒക്കെ സന്തോഷിന്റെ നടന വൈഭവം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഒരു ചെറിയ വേഷം കൊടുത്താൽ പോലും ആ വേഷത്തിനുള്ളിലെ അഭിനയ പ്രപഞ്ചം വിരിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. മലയാള സിനിമയെ സന്തോഷിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. നായകന്റെ ഇടികൊള്ളുന്ന വില്ലനാക്കി അദ്ദേഹത്തെ ഒതുക്കിക്കളഞ്ഞു മലയാള സിനിമ. ഇതാണ് സന്തോഷിന് തിരിച്ചടിയായി മാറിയത്. നായകനാകാൻ വേണ്ട സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നിട്ടും വില്ലൻ വേഷങ്ങളിലെ ചതുരക്കളിയിൽ മലയാള സിനിമ അദ്ദേഹത്തെ തളച്ചിട്ടു. എന്നാലും ആരോടും പരിഭവമില്ലാതെ പരാതിയില്ലാത്ത പാവം സന്തോഷ് ഇന്നും മലയാള സിനിമ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അദ്ദേഹത്തെ. നന്ദി, നമസ്കാരം.